ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 90 ഡേയ്സ് ടൈം ടേബിൾ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് 2025 UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു 90 ഡേയ്സ് ടൈം ടേബിൾ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് എന്തുണ്ട്, ഇന്നും കൂടെ കൂട്ടി 91 ദിവസമുണ്ട്. ഇന്നത്തെ ഞാൻ കൂട്ടിയിട്ടില്ല. 90 ഡേയ്സ് ആണ്, അതായത് നാളെ തൊട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം എന്താണ്, ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവരും അത്യാവശ്യം പ്രിപ്പറേഷൻ ചെയ്തവരും, അതായത് പ്രിപ്പറേഷൻ കുറെയൊക്കെ ആയിട്ടുള്ളവരും നല്ല രീതിക്ക് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്താൽ മതി. ഇനി ഒരു 3 മാസമേ നമുക്കുള്ളൂ. സോ സ്റ്റാർട്ട് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ഈ ഒരു പ്രിപ്പറേഷൻ അല്ല ഈ ഒരു ടൈം ടേബിൾ നോക്കിയാൽ മതി. നമുക്ക് ഉറപ്പായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നല്ല രീതിക്ക് പഠിക്കുവാണെങ്കിൽ ഡെയിലി എന്ത് ചെയ്യുക, ഒരു 13 അവേഴ്സ് എങ്കിലും പഠിക്കാൻ നോക്കുക. നമുക്ക് ഡെയിലി 13 അവേഴ്സ് പഠിക്കാന്ന് വെച്ചാൽ കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്യുക, ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കുക. ഇതിൽ നമ്മൾ 3 ഫേസസ് ആയിട്ടാണ് ഈ 90 ദിവസങ്ങളെ തിരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫേസ് 1 എന്ന് പറയുന്നത്, അതായത് 1ാമത്തെ ദിവസം തൊട്ട് 30ാമത്തെ ദിവസം വരെ എന്ത് ചെയ്യുക, ആ ഒരു ഫേസ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ബിൽഡിങ്ങിന്റെ ഫേസ് ആണ്. അവിടെ എന്ത് ചെയ്യുക, നമ്മൾ പ്രിലിംസിന്റെ കോർ സബ്ജക്ട്സ് എല്ലാം കവർ ചെയ്യുക. അതായത് പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ്, പിന്നെ എന്ത് ചെയ്യുക, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്റർണൽ സെക്യൂരിറ്റി, ഇതിന്റെയൊക്കെ കറണ്ട് അഫയേഴ്സിന്റെ ആ ഒരു പോർഷൻ നല്ല രീതിക്ക് കവർ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യണം, ഫേസ് 1 അതായത് ഡേ 1 to ഡേ 30 എന്ത് ചെയ്യുക, ഫൗണ്ടേഷൻ ബിൽഡിംഗ് ആണ്. ആ ഒരു സമയത്ത് നമ്മൾ എല്ലാത്തിന്റെയും എല്ലാ കോർ സബ്ജക്ട്സും കവർ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ഫേസിൽ ഒരു നല്ലൊരു ബേസിക്സ് ബിൽഡ് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ എക്കണോമി ആയിക്കോട്ടെ, ഇപ്പൊ എക്കണോമിയിലെ ഒരു ടോപ്പിക് ബഡ്ജറ്റിന് എന്ത് ചെയ്യുക, എന്തിനാണ് ബഡ്ജറ്റ് യൂസ് ചെയ്യുന്നത്, എന്താണ് ബഡ്ജറ്റ് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ഫൗണ്ടേഷൻ ബിൽഡിംഗ് ആ ഒരു ഫേസിൽ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് പഠിക്കേണ്ടത്, ഈ ഫൗണ്ടേഷൻ ബിൽഡിംഗ് ആ ഒരു ഫേസിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, നല്ലൊരു ബേസിക്സ് എന്ത് ചെയ്യുക, ഈ ഒരു 1ാമത്തെ ദിവസം തൊട്ട് 30ാമത്തെ ദിവസം വരെ എല്ലാ സബ്ജക്റ്റിന്റെയും ഒരു നല്ലൊരു ബേസിക്സ് നമ്മൾ ഉണ്ടാക്കി വെക്കുക. പിന്നെയാണ് ഫേസ് 2 വരുന്നത്. അതായത് 31ാമത്തെ ദിവസം തൊട്ട് 60ാമത്തെ ദിവസം വരെ. ഇവിടെ എന്താണ്, ഇത് അഡ്വാൻസ്ഡ് പ്രിപ്പറേഷന്റെ ഫേസ് ആണ്. ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അതുപോലെ നമ്മൾ പറഞ്ഞു ഫേസ് 1 നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ബഡ്ജറ്റ് എന്താണ്, എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നതെന്ന് പഠിച്ചു എന്ന് പറഞ്ഞു. ഈ ഒരു ഫേസ് 2 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബഡ്ജറ്റ് പഠിക്കുക. യൂണിയൻ ബഡ്ജറ്റ്, അതായത് 2024 2025 യൂണിയൻ ബഡ്ജറ്റ് ഒക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ഫേസിൽ പഠിക്കുക. ഓക്കെ, അപ്പം ഫേസ് 1 എന്താണ്, ഫൗണ്ടേഷൻ ബിൽഡിംഗ് ആണ്. ഫേസ് 2 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ ആണ്. ഇവിടെ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. MCQs പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും പഠിക്കാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇതിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഈ അഡ്വാൻസ്ഡ് പ്രിപ്പറേഷന്റെ ടൈമിൽ പഠിച്ചു വെക്കുക. ഇവിടെ ഇപ്പോൾ പൊളിറ്റിക് ആയിക്കോട്ടെ, ഹിസ്റ്ററിക്ക് ആയിക്കോട്ടെ, ജോഗ്രഫിക്ക് ആയിക്കോട്ടെ, എക്കണോമി, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇതൊക്കെ എന്ത് ചെയ്യുക, റിവിഷൻ നടത്തുക. അതുപോലെ തന്നെ MCQസും ചെയ്യുക. കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക, ഫേസ് 1 നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ ഫേസ് 2 പഠിക്കുക. ഇതിന്റെ റിവിഷന്റെ സമയമായിട്ടില്ല, റിവിഷൻ നമുക്ക് നടത്താം. ഓക്കെ, അപ്പം ഇവിടെ ഫേസ് 2 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ ആണ്. 31ാമത്തെ ദിവസം തൊട്ട് 60ാമത്തെ ദിവസം വരെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, റിവിഷൻ പ്ലസ് MCQs ആണ്. നമ്മൾ കാര്യങ്ങൾ പഠിക്കണം, അതുപോലെ തന്നെ റിവിഷൻ നടത്തണം, MCQസും പ്രാക്ടീസ് ചെയ്യണം. റിവിഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു എക്സാമും ആയിക്കോട്ടെ, അതിനു മുന്നേ ഏറ്റവും കുറഞ്ഞത് ഒരു 4 റിവിഷൻ എങ്കിലും നമ്മൾ നടത്തിയിരിക്കണം. അതായത് ഒരു ഡെയിലി റിവിഷൻ ഉണ്ടാവണം, ഒരു വീക്ക്ലി റിവിഷൻ ഉണ്ടാവണം. നമുക്ക് മന്ത്ലി റിവിഷൻ ഒന്നും നടത്താൻ ഇനി അങ്ങനെ ഒരു ടൈം ഇല്ല. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഈ 2 മാസം ഓരോ റിവിഷൻ നടത്തുക. ഇനിയിപ്പോ അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ലാസ്റ്റ് റിവിഷന് വേണ്ടിയിട്ട് കുറച്ച് ടൈം വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുക, ഒരു 2 റിവിഷൻ, ഏറ്റവും കുറഞ്ഞത് എന്ത് ചെയ്യുക, ഒരു 2 റിവിഷൻ എങ്കിലും നടത്തുക. അപ്പൊ അങ്ങനെ എന്താവും, നമുക്ക് 4 റിവിഷൻ നടത്താൻ പറ്റും. 4 റിവിഷൻ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകത്തില്ല. സോ എന്ത് ചെയ്യുക, ഏറ്റവും കുറഞ്ഞതൊരു 4 റിവിഷൻ നടത്താനായിട്ട് നോക്കുക. പഠിച്ച കാര്യങ്ങൾ ഡെയിലി റിവിഷൻ ചെയ്യുക. പഠിച്ചാൽ മാത്രം പോരെ, എന്ത് ചെയ്യണം, നമ്മൾ റിവൈസും ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവാതെ ഇരിക്കത്തുള്ളൂ. കാരണം നമുക്ക് ഒത്തിരി ടോപ്പിക്സ് ഉണ്ട് പഠിക്കാനായിട്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ നല്ല രീതിക്ക് റിവൈസ് ചെയ്യുക. കറണ്ട് അഫയേഴ്സും പഠിച്ചു പോവുക. നമ്മൾ ഫേസ് 1 CSAT-നെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമുക്ക് CSAT പഠിക്കാൻ എന്ത് ചെയ്യും മതി, ഒരു മാസം മതി. ഒരു മാസം മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ടൈം നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാസം മതി എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ CSAT-ൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, കോംപ്രഹെൻഷൻ ഉണ്ട്. ഇതിൽ ലോജിക്കൽ റീസണിംഗ്, കോംപ്രഹെൻഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ എല്ലാ അത്യാവശ്യം നല്ല രീതിക്ക്, അതായത് നമ്മുടെ അറിയാലോ, പേപ്പർ 2 എന്ന് പറയുന്നത്, പ്രിലിംസിന്റെ പേപ്പർ 2 എന്ന് പറയുന്നത് CSAT ആണ്.
സോ നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കുകളാണ് എല്ലാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ഒരു 3 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് ഒരു 3 മണിക്കൂർ എന്ത് ചെയ്യുക, സിസാറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുക. 3 മണിക്കൂർ കൊടുക്കാൻ പറ്റില്ല എന്താണ്, ഒരു 2.5 മണിക്കൂറെങ്കിലും സിസാറ്റിന് വേണ്ടിയിട്ട് ഡെയിലി മാറ്റി വെക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നല്ല ഒരു ടൈം മാറ്റി വെക്കുക. ബാക്കി വരുന്ന ടൈമിൽ എന്ത് ചെയ്യുക, നമ്മുടെ ബുക്കുകൾ, സ്റ്റാൻഡേർഡ് ബുക്സ് പഠിക്കുക, അതിന്റെ റിവിഷൻ നടത്തുക, MCQs പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. അതുപോലെ ഇതിന്റെയൊക്കെ നോട്ട്സ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല. അപ്പൊ ആർക്കെങ്കിലും നോട്ട്സ് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പൊ നോട്ട്സ് ഇല്ല എന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് ഞാൻ കൊടുക്കുന്നത്. സോ നോട്ട്സ് വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. അതുവഴി എന്ത് ചെയ്യുക, എനിക്കൊരു പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു ഫേസില് ഫേസ് 1 എന്താണ്, ഫൗണ്ടേഷൻ ബിൽഡിംഗ് ആണ്. ബേസിക്സ് നമ്മൾ നല്ല രീതിക്ക് ഒരു ബേസിക്സ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ഫേസ് 2 എന്താണ്, അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ ആണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ റിവിഷൻ ചെയ്യണം, MCQs പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ഇവിടെ പഠിക്കുക. ഇനിയാണ് ഫേസ് 3, അതായത് 61ാമത്തെ ദിവസം തൊട്ട് 90ാമത്തെ ദിവസം വരെ. ഇവിടെ എന്താണ്, ഇവിടെയാണ് റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ്. ഫേസ് 1 എന്താണ്, ഫൗണ്ടേഷൻ ബിൽഡിംഗ്. ഫേസ് 2 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ. ഫേസ് 3 എന്ന് പറയുന്നത് റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ്. ഇവിടെ എന്താണ്, ഫുൾ റിവിഷനും മോക്കുകളും മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇവിടെ റിവിഷൻ എന്ന് പറയുമ്പോൾ ഒരു റിവിഷൻ അല്ല നമ്മൾ നടത്തുന്നത്. എന്താണ്, നമ്മൾ 61ാമത്തെ ദിവസം തൊട്ട് 90ാമത്തെ ദിവസം വരെയാണ് എടുക്കുന്നത്. നമുക്ക് ഇത്രയും ടൈം ഉണ്ട്. അപ്പൊ ആദ്യം ഒരു റിവിഷൻ നടത്തുക, പിന്നെ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഒരു ഫൈനൽ റിവിഷൻ, ഒരു ക്വിക്ക് റിവിഷനും കൂടെ നടത്തുക. അങ്ങനെ 2 റിവിഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫേസ് 3 പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഡെയിലി റിവിഷൻ ഉണ്ടായിരുന്നു, വീക്ക്ലി റിവിഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണ്, ഒരു 2 റിവിഷനും കൂടെ വരും. അപ്പൊ എങ്ങനെയാണ്, ടോട്ടൽ 4 റിവിഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സാമിന് മുന്നേ ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് റിവിഷൻ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാൻ ടൈമില്ല. അപ്പൊ ഇവിടെ എന്താണ്, റിവിഷൻ ഫേസ് ആണ്. ഇവിടെ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും, പഠിച്ച കാര്യങ്ങളായിക്കോട്ടെ, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ആയിക്കോട്ടെ, എല്ലാം എന്ത് ചെയ്യുക, എടുത്തിട്ട് റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ 90 ദിവസം അല്ലേ ഉള്ളൂ, എക്സാം എഴുതി ജയിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരോട് നമ്മൾ കഷ്ടപ്പെടുവാണേ പറ്റും. അതായത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണ്. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ഓക്കെ, നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ കഷ്ടപ്പാടും എന്താ, നമ്മുടെ ആ ഒരു മനസ്സ് പോലെയൊക്കെ ഇരിക്കും. ഓക്കെ, എനിക്ക് പഠിക്കണം, എനിക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഞാൻ ഈ എക്സാം ജയിച്ചിരിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എക്സാം ജയിക്കും എന്നുള്ള ഉറപ്പിച്ച് തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷന് തുടങ്ങുക. അല്ലാതെ ഇത് ഭയങ്കര പാടായ എക്സാം ആണ്, എന്താണ് പേപ്പേഴ്സിന് മാത്രമേ കിട്ടത്തുള്ളൂ, അങ്ങനെ ഒരു രീതിയിലാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ എക്സാം എന്നല്ല, ഒരു എക്സാമും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഒരു എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഒരു എക്സാം എഴുതാനായിട്ട് പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. കോൺഫിഡൻസ് മാത്രം പോരാ, അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടും കൂടെ പറ്റണം. അപ്പൊ എന്താണ്, ഈ ഫേസ് 3 എന്ത് ചെയ്യണം, നമ്മൾ പൊളിറ്റിയുടെ റിവിഷൻ, ഹിസ്റ്ററിയുടെ റിവിഷൻ, ജോഗ്രഫിയുടെ, എക്കണോമിയുടെ, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നിക്കിന്റെ, അതുപോലെ തന്നെ എന്താണ്, കറണ്ട് അഫയേഴ്സിന്റെ റിവിഷൻ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ഡെയിലി നോക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, റിവൈസും ചെയ്യുക. പിന്നെ ഈ ഒരു ഫേസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10 months എന്തായാലും, ഒരു 10 days എന്താണ്, മോക്ക് ടെസ്റ്റ്, അതായത് മോക്ക് ടെസ്റ്റ് നടത്തണം. പിന്നെന്താ, സിസാറ്റ് ഒരു 4 ദിവസം സിസാറ്റ് പ്രാക്ടീസ് ചെയ്യണം. കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ ഒരു എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ്, അതായത് 12 മാസത്തെ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ്. ഏറ്റവും കുറവാണ് 12 മാസത്തെ, 1.5 വർഷത്തെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. 12 മാസത്തെ സിസാറ്റ് കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കി വെക്കുക, റിവൈസ് ചെയ്യുക. സിസാറ്റ് എന്ത് ചെയ്യുക, ഒരു 4 days എന്ന് പറയുന്നത് കംപ്ലീറ്റ് സിസാറ്റിന് വേണ്ടിയിട്ട് തന്നെ കൊടുക്കണം. അപ്പൊ സിസാറ്റ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് സിസാറ്റ് ഇവിടെ റിവൈസ് ചെയ്യണം. അതുപോലെ എന്താണ്, മോക്ക് ടെസ്റ്റുകൾ നടത്തണം. ഒരു 10 days എന്താണ്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ തന്നെ നടത്തണം. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ നടത്തിയാൽ പോരാ, അത് അനലൈസ് ചെയ്യണം. ഓക്കെ, ഞാൻ എന്തോരം തെറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റിലെ ആൾക്ക് ശരിയാക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പൊ മോക്ക് ടെസ്റ്റ് നടത്തുന്നതിന് മുന്നേ ഓക്കെ എന്റെ എല്ലാ ക്വസ്റ്റ്യനും ശരിയായില്ലല്ലോ എന്നൊരു കോൺഫിഡൻസ് കുറവൊന്നും വരണ്ട. എന്നാലും ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഫേസ് 1 എന്താണ്, ഫൗണ്ടേഷൻ ബിൽഡിംഗ് ആണ്. ഫേസ് 2 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ ആണ്. ഫേസ് 3 എന്ന് പറയുന്നത് റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റിന്റെ ഫേസ് ആണ്. അപ്പൊ നമ്മള് 90 ദിവസത്തെ ടൈം ടേബിൾ ആണ് പറഞ്ഞത്. പറ്റുന്ന രീതിയിൽ എന്താണ്, ഈ ഒരു രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ, അത്യാവശ്യം ഒരു ഡേയിൽ ഒരു 13 അല്ലെങ്കിൽ ഒരു 14 hours പഠിക്കാൻ പറ്റുമെങ്കിൽ, ഡെയിലി നമുക്ക് 13 അല്ലെങ്കിൽ 14 hours പഠിക്കാൻ പറ്റത്തില്ല. പക്ഷെ പഠിക്കാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. അല്ലാത്ത ദിവസം എന്ത് ചെയ്യുക, ഒരു 10 hours അല്ലെങ്കിൽ ഒരു 8 hours പഠിച്ചാൽ മതി. പഠിക്കാൻ പറ്റുന്ന ദിവസങ്ങൾ എന്ത് ചെയ്യുക, ഒരു 13 അല്ലെങ്കിൽ 14 hours ഡെയിലി പഠിക്കുക. നോട്ട്സ് വേണമെന്നല്ല അല്ലെങ്കിൽ ഗൈഡൻസ് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക.
ഞാൻ ഡിസ്ക്രിപ്ഷനിലും എന്താണ് കമന്റ് ബോക്സിലും എന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം. സോ അതിനകത്തുനിന്ന് എനിക്ക് എന്ത് ചെയ്യുക, പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും. പിന്നെന്താണ്, ഓക്കെ, ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്താണ് നമ്മൾ PYQ ഡിസ്കഷനൊക്കെ എക്സാമിന് മുന്നേ എന്ത് ചെയ്യുക, ചാനൽ നമ്മൾ ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. താങ്ക് യു.